നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോയിൽ ഒരു പ്രശസ്തമായൊരു പള്ളിയെ പറ്റിയാണ്. കേരളത്തിലുള്ള എറണാകുളം ജില്ലയിലുള്ള കടമറ്റം പള്ളി എന്ന് പറയും. നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള പള്ളിയാണ് കടമറ്റം പള്ളി. വളരെ ഐതിഹ്യങ്ങൾ മറിഞ്ഞിരിക്കുന്നൊരു പള്ളിയാണ് ഈ കടമറ്റം പള്ളി എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ കോലഞ്ചേരിക്കും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ്, ഒരു ഗ്രാമമാണ്. നാഷണൽ ഹൈവേ 49 സൈഡിലുള്ള ഒരു പള്ളിയാണ്. ശരിക്കും ഈ പള്ളി ഒരു മലങ്കര സഭയുടെ ഒരു ഭാഗമായിട്ടുള്ള പള്ളിയാണ്. കടമറ്റം പള്ളി സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ ഏകദേശം 1600 വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യയിൽ നിന്ന് വന്ന ഒരു ബിഷപ്പ് മാർ സാബോർ എന്ന് പറഞ്ഞൊരു ബിഷപ്പിനാൽ സ്ഥാപിതമായൊരു പള്ളിയാണ്. അപ്പോൾ ഈ പള്ളി എന്ന് വെച്ചാൽ നമുക്കറിയാം, വളരെ ഐതിഹ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന പള്ളിയാണ്. പ്രത്യേകിച്ച് കടമറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു ഇന്ദ്രജാലവും തന്ത്രങ്ങളും അറിയാവുന്നൊരു വൈദികനെ പറ്റി നമുക്കറിയാം. ആ വൈദികൻ ഈ ഇടവാംഗമാണ്. ഇവിടെ തന്നെയാണ് അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കബർ ഈ പള്ളിയിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ പള്ളിയുടെ ഇത് തന്നെ രൂപകൽപ്പന വളരെ ഭംഗിയുള്ളതാണ്. വളരെ പുരാതനമായ രീതിയിലുള്ളൊരു രൂപകൽപ്പനയാണ്. അപ്പോൾ അധികം ഫോട്ടോഗ്രാഫി ഒന്നും പള്ളിയിൽ അലൗഡ് അല്ല, സമ്മതിക്കത്തില്ല. എങ്കിലും പരിമിതമായ രീതിയിൽ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ പള്ളിയുടെ ഔദ്യോഗിക നാമം എന്ന് വെച്ചാൽ കടമറ്റം സെൻറ് ജോർജ് പള്ളി എന്നാണ്. സെൻറ് ജോർജ് ഗീവർഗീസ് പേരിലുള്ള പള്ളിയാണ്. പള്ളിയുടെ പുറത്ത് നിങ്ങൾക്ക് കെട്ടിടങ്ങൾ, മറ്റു പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം. അതൊക്കെ ഓഫീസ് കെട്ടിടമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. തൊട്ട് താഴെ സ്കൂളുണ്ട്. ഒരു ഐതിഹ്യം നിറഞ്ഞൊരു കിണറുണ്ട്. അതുവഴിയാണ് കടമറ്റത്ത് കത്തനാർ പാതാളത്തിൽ പോയി, അല്ലെ കാട്ടിപ്പോയി മന്ത്രം പഠിച്ചിട്ട് തിരിച്ചു വന്ന് എന്നൊക്കെയാണ് പറയുന്നത്. ഒത്തിരി ഐതിഹ്യങ്ങൾ നിറഞ്ഞൊരു കിണറാണത്. അതുപോലെ തന്നെ ഇവിടുത്തെ പെരുന്നാളും വളരെ ഫേമസ് ആണ്. ഗീവർഗീസ് നാമത്തിലുള്ള പെരുന്നാളാണ്. ഏപ്രിൽ മെയ് മാസങ്ങളാണ് എല്ലാ വർഷവും നടക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴി എറണാകുളം മൂവാറ്റുപുഴ ആ റൂട്ടിൽ പോകുന്ന തീർച്ചയായിട്ടും ഈ പള്ളി സമയം കിട്ടുവാന്ന് നിങ്ങൾക്ക് കയറി കാണുക.